ഒരു ഗ്രാമത്തിൽ മോഹൻ എന്നു പേരുള്ള വളരെ പാവപ്പെട്ട ആൾ ജീവിച്ചു വന്നു. മോഹനോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആശ, പിന്നെ അദ്ദേഹത്തിന്റെ 5 വയസ്സ് മകൾ മിതി ഉണ്ടായിരുന്നു. മോഹൻ ഒരു കൂലി തൊഴിലാളിയാണ്. അദ്ദേഹം ദിവസം മുഴുവൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്റെ കുടുംബം പോറ്റി വന്നു. ഒരു ദിവസം എന്തുണ്ടായെന്നാൽ ആശ തന്റെ വീട്ടിലെ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് മോഹന്റെ കൂട്ടുകാരൻ രമേശ് പേടിച്ച് ആശയെ കാണാനായി വന്നത്. എന്താ കാര്യം രമേശ്, നീ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾക്കിത് നല്ല ന്യൂസ് അല്ല ആശ മാഡം. നീ എന്താ പറയുന്നേ? എന്താണെന്ന് പെട്ടെന്ന് പറ, എനിക്ക് മനസ്സൊക്കെ പേടിയാകുന്നു. ഞാനും മോഹനും ജാമീന്ദാറിന്റെ വീട്ടിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മോഹന്റെ കാല് തെറ്റി വീണു. പെട്ടെന്ന് അവൻ തലയിൽ കല്ലും വെച്ചിട്ട് അതുകൊണ്ട് വീണുപോയി. രമേശ് പറഞ്ഞത് കേട്ടതും കരഞ്ഞുകൊണ്ട് ആശ പറഞ്ഞു, അദ്ദേഹത്തിനൊന്നും പറ്റിയില്ലല്ലോ, അദ്ദേഹം നന്നായിട്ടുണ്ടല്ലോ അല്ലേ? ജമീന്ദാർ പെട്ടെന്ന് തന്നെ മോഹനെ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. പക്ഷെ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മോഹന്റെ കാലിൽ വല്ലാതെ നന്നായിട്ട് പരിക്ക് പറ്റണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ തന്നെ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരൂ. അയ്യോ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ഇനി എന്റെ കുടുംബം ആര് നോക്കും? എങ്ങനെ ഇനി ഈ കുടുംബം ഞാൻ നടത്തും? എന്റെ കയ്യിൽ 10 പൈസ പോലും ഇല്ലല്ലോ. ഹോസ്പിറ്റലിൽ ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ ബില്ല് കെട്ടും? ഞാൻ ഇനി എന്ത് ചെയ്യും? നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഹോസ്പിറ്റലിലെ മൊത്തം ബില്ലും ജമീന്ദാർ നോക്കിക്കോളും. നിങ്ങൾ ഉടനെ ഇപ്പൊ തന്നെ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നേക്ക്. ആശ രമേശിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മോഹൻ കൈവടിയും എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ ഭാര്യയും മോളെയും കണ്ട് കരയാൻ തുടങ്ങി. നീ വളരെ പാവമാണ് ആശ. നിനക്ക് എപ്പോഴെന്റെ കൂടെ കല്യാണം ആയോ അപ്പൊ തൊട്ട് നിനക്ക് വല്ലാതെ എല്ലാം കഷ്ടം തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മളുടെ ജീവിതം പെട്ടെന്ന് തന്നെ എല്ലാം നിന്നും പോയി. അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അത് തന്നെ എനിക്ക് മതി. ഇതൊക്കെ ഒരു ജീവിതമാണോ നീ പറയുന്നത് ആശ? ഞാൻ ഇനി ഇത് ഇങ്ങനെ കൂനിട്ടാണ് നടക്കാൻ പോകുന്നത്. എനിക്കിനി ഒറ്റയ്ക്ക് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലെ ചെലവ് എങ്ങനെ നോക്കാൻ പറ്റും? നമ്മുടെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിധിയെ നന്നായിട്ട് പഠിക്കുക വെച്ച് ഒരു വലിയ ഓഫീസർ ആക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ഇനിയൊക്കെ എങ്ങനെ ഇത് സംഭവിക്കും? ധൈര്യമായിരിക്കൂ, ഞാനുണ്ടല്ലോ കൂടെ. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തീർച്ചയായും സഫലമാകും. നമ്മൾ നമ്മുടെ മകൾ നിധിയെ നല്ല രീതിയിൽ പഠിപ്പിക്കും. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക ആശ? നിനക്കെന്നെ അറിയല്ലോ, ഇനി എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാനേ പറ്റില്ല. നിങ്ങളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കൈയും കാലും നന്നായിട്ടുണ്ടല്ലോ. എന്റെ അമ്മ തയ്യൽ ജോലി ചെയ്യുന്നത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ആരംഭത്തിൽ നിന്ന് തന്നെ ടൈലറിംഗിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്റെ അമ്മ എനിക്ക് ടൈലറിംഗ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നു മുതൽ ഞാൻ ഗ്രാമത്തിലെ ജനങ്ങളുടെ തുണികൾ തയ്ക്കാൻ തുടങ്ങാം. പതുക്കെ പതുക്കെ എല്ലാം തന്നെ ശരിയാകും. പിന്നെ അതുപോലെ സംഭവിച്ചു. അന്നു മുതൽ ആശ ഗ്രാമത്തിലെ എല്ലാവരുടെ തുണികളും തച്ചു നൽകും. പിന്നെ തന്റെ കുടുംബം ഇങ്ങനെ പോറ്റി വന്നു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ആശ നിധിയെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചു. അവൾ രാവിലെ മുതൽ രാത്രി വരെ ടൈലറിംഗ് ജോലി ചെയ്യും. അതിനുശേഷം വീട്ടുജോലികളൊക്കെ ചെയ്യും. പിന്നെ വൈകുന്നേര സമയം അവൾ തന്റെ മകൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ 10 വർഷങ്ങൾ കടന്നുപോയി. നിധിക്ക് ഇപ്പോൾ 15 വയസ്സായി. നിധി ഹൈസ്കൂളിൽ ടോപ്പ് റാങ്ക് എടുത്തു. കണ്ടോ അമ്മേ, ഞാൻ ഹൈസ്കൂളിൽ ടോപ്പ് റാങ്ക് എടുത്തിരിക്കുക. ഇതൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടതിനുള്ള ബലനാണമ്മേ. ഇല്ല മോളെ, ഞാൻ എന്റെ കടമ ചെയ്തു, അത്രയും തന്നെ. പക്ഷെ നേരെന്താണെന്നാൽ നീ രാത്രി പകൽ നോക്കാതെ കഷ്ടപ്പെട്ട് നന്നായി പഠിച്ചു. അതുകൊണ്ടാണ് നീ ഇത്രയും മാർക്ക് വാങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൽ നാളെ നിങ്ങളെ വരാൻ പറഞ്ഞിട്ടുണ്ടമ്മേ. അവർ നിങ്ങളോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. നീ പോയിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ അടുത്ത് സംസാരിച്ചേ പറ്റുള്ളൂ. അടുത്ത ദിവസം ആശ നിധിയോടൊപ്പം സ്കൂളിലേക്ക് പ്രിൻസിപ്പലിനെ കാണാൻ ചെന്നു. പ്രിൻസിപ്പൽ സരോജ് വർമ്മ ആശയെ നോക്കി വളരെ സന്തോഷത്തിൽ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തായി പറയുന്നേ? നിങ്ങളുടെ മകൾ ഈ സ്കൂളിൽ ഫസ്റ്റ് വന്നിരിക്കുക. അതിനുവേണ്ടി അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മകൾ ഫസ്റ്റ് ഇയർ ഇവിടെ നിന്നും കുറച്ച് ദൂരെയുള്ള സ്കൂളിൽ പഠിക്കും. നിങ്ങൾക്കറിയാമോ, കോളേജിൽ പഠിക്കണമെന്നുള്ള സ്വപ്നം എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകും. പക്ഷെ യാതൊരു സ്റ്റുഡൻസിനും അത്ര പെട്ടെന്ന് അവിടെ അഡ്മിഷൻ ലഭിക്കുകയില്ല. ഇതെനിക്ക് വളരെ സന്തോഷമായ കാര്യമാണ്. നിങ്ങളുടെ മകൾ നല്ല സ്കൂളിൽ പഠിക്കണമെന്നുള്ളതല്ലേ നിങ്ങളുടെ സ്വപ്നം? എന്നെങ്കിലും നിങ്ങളുടെ മകൾ വലിയ അളവിൽ സാധിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് അവളോടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ അധ്വാനം കൊണ്ടാണ് സാധിച്ചത് ആശ മാഡം. ഈ ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയാം നിങ്ങൾ രാത്രി പകൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. പിന്നെ നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങളുടെ ത്യാഗം ഒരിക്കലും വേസ്റ്റ് ആകില്ല. നിധി വളരെ സന്തോഷത്തോടെ തന്റെ അമ്മയോടൊപ്പം വീട്ടിലേക്ക് വന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം തന്റെ ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കിരൺ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി നിധിയോട് എന്തു പറഞ്ഞെന്നാൽ, ഹായ്, എന്റെ പേര് കിരൺ. നീ ഈ സ്കൂളിലേക്ക് പുതിയതാണോ? അതെ, ഇന്ന് തന്നെയാണ് ഫസ്റ്റ് ഡേ. ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പുതിയതാണ്. നൈസ്,
വെരി നൈസ്. ശരി, നീ എവിടെ നിന്നാണ് വരുന്നേ? ഇതിനു മുൻപ് നീ ഏത് സ്കൂളിലാ പഠിച്ചേ? ഞാൻ ഇതിനു മുൻപ് സരസ്വതി വിദ്യാമന്ദിറിൽ പഠിച്ചോ. എന്ത്? നീ ഗവൺമെന്റ് സ്കൂളിലാണോ പഠിച്ചത്? ആ സ്കൂളിന്റെ അടുത്തേക്ക് ഒരുപാട് കുപ്പകളായിരിക്കും അല്ലേ? അത് ശരി, നിന്റെ അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നു? അദ്ദേഹത്തിന് സുഖമില്ല. എന്റെ അമ്മ ജോലി ചെയ്യുന്നു. എന്റെ അമ്മ വളരെ നന്നായിട്ട് ടൈലറിംഗ് ചെയ്യും. നിധി പറഞ്ഞത് കേട്ട് കിരൺ മാത്രമല്ല, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചിരിക്കാൻ തുടങ്ങി. മനസ്സിലായി, നീ തീർച്ചയായും സ്കോളർഷിപ്പ് മുഖേനയായിരിക്കും ഈ സ്കൂളിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ നീ പറയുന്നത് കേൾക്കുമ്പോൾ നിന്നെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോലും നിന്റെ അച്ഛനെ കൊണ്ട് കഴിയില്ലെന്ന് തോന്നുന്നു. എനിവേ, ഇവിടെ നിന്ന് എണീക്ക്. നീ ഇവിടെ നിന്ന് പോയി പുറകിലെ സീറ്റിൽ ഇരിക്കേ. ഈ സീറ്റ് എന്റേതാണ്. പിന്നെ ഇവിടെ ഞാൻ മാത്രമേ ഇരിക്കുള്ളൂ. നിധി ഒന്നും മിണ്ടാതെ എണീറ്റ് പുറകിലത്തെ സീറ്റിൽ ചെന്ന് ഇരുന്നു. അപ്പോഴാണ് ക്ലാസ് ടീച്ചർ അവിടെ ക്ലാസ്സിലേക്ക് വന്നത്. അവർ നിധിയെ നോക്കി പറഞ്ഞു, അത് ശരി, നിന്റേത് ന്യൂ അഡ്മിഷൻ ആണോ? നിധി വാ തുറക്കുന്നതിന് മുൻപ് തന്നെ കിരൺ ആ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു, അതെ ടീച്ചർ, ഇവൾ പുതിയ അഡ്മിഷനാ. പിന്നെ ഇവൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ട് വന്നിരിക്കുകയാ. സ്കോളർഷിപ്പ് മുഖേന അവൾക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവിടേക്ക് ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ വന്നു. പിന്നെ ക്ലാസ്സിലെ കുട്ടികളെ കണ്ടിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് നിധി എന്ന് പേരുള്ള ഒരു പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ട്. നിധി ഈ വർഷം ഹൈസ്കൂളിൽ ടോപ്പിൽ വന്ന കുട്ടിയാണ്. കുട്ടികൾ, നിങ്ങൾ എല്ലാവരും നിധിയുടെ അടുത്ത് കേട്ട് പഠിച്ചോളൂ. അവളിൽ നിന്നും നിങ്ങൾ ഏതുപോലത്തെ കാര്യങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ ഒരിക്കലും ഭാരമായിരിക്കാൻ പാടില്ല. നിധിയോട് നിങ്ങൾ എല്ലാവരും സ്നേഹമായിരിക്കും. എപ്പോഴും അവളോട് ദേഷ്യപ്പെടാൻ പാടില്ല. കാരണം നിങ്ങളൊക്കെ പുതിയ കുട്ടികളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ അവിടെ നിന്നും പോയി. പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ടിട്ട് ക്ലാസ് ടീച്ചറും കിരണും മുഖം ഒരു മാതിരി വെച്ചു. ഈ സ്കൂൾ പ്രിൻസിപ്പലിന് ഇത് എന്തു പറ്റിയെന്ന് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെ ഉള്ളതിൽ വെച്ച് നമ്മുടെ സ്കൂളാണ് ഏറ്റവും വലിയ കോൺവെന്റ്. പക്ഷെ എന്നാലും നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ പാവപ്പെട്ട കുട്ടികൾക്കും ഇവിടെ അഡ്മിഷൻ നൽകുന്നു. പിന്നെ അവരെ നമ്മൾ സമാധാനിപ്പിക്കേണ്ടി വരുന്നു. അന്ന് നിധി കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയച്ഛനോട് എന്തു പറഞ്ഞെന്നാൽ, എനിക്ക് ആ സ്കൂളിൽ ചെന്ന് പഠിക്കാൻ ഇഷ്ടമില്ലമ്മേ. ഇന്ന് ആ സ്കൂളിൽ എന്നെ എത്ര കഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല അമ്മേ. എന്തു പറ്റി മോളെ? നീ എന്തിനാ കരയുന്നേ? സ്കൂളിൽ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവിടെയുള്ള പ്രിൻസിപ്പൽ നിന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? ഇല്ലമ്മേ, അവിടത്തെ പ്രിൻസിപ്പൽ വളരെ നല്ലവരാണ്. പക്ഷെ കിരൺ എന്ന പേരുള്ള ഒരു പെൺകുട്ടി എന്നെ അപമാനിച്ചു കളഞ്ഞു. മാത്രമല്ല ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും അവളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മേ, പാവപ്പെട്ടവർ വലിയ പണക്കാര പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പാടില്ലേ? നീ അവരെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട മോളെ. ആര് മറ്റുള്ള ഒരാളെ കളിയാക്കുന്നുവോ, ഭാവിയിൽ അവരുടെ ജീവിതം അതുപോലെ ഒരു അവസ്ഥയിലായി തീരും. പിന്നെ ആര് അപമാനങ്ങളെ താങ്ങിക്കൊണ്ട് മറ്റുള്ളവർ കളിയാക്കുന്നത് ഇഗ്നോർ ചെയ്യുന്നുവോ, അവർ തങ്ങളുടെ ലക്ഷ്യത്തെ എപ്പോഴും ജയിക്കും. പിന്നെ അങ്ങനത്തെ കുട്ടികളാണ് എപ്പോഴും ഇതിഹാസങ്ങളായി മാറുന്നത്. കാലം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ സ്കൂളിൽ ആനുവൽ ഡേ ഫംഗ്ഷൻ വന്നു. പിന്നെ സ്കൂളിൽ അനൗൺസ്മെന്റ് ചെയ്തു, അതായത് ആനുവൽ ഡേക്ക് എല്ലാ പെൺകുട്ടികളും ലഹങ്ക ഇട്ടുകൊണ്ട് വരണമെന്ന്. പിന്നെ ആശയുടെ കൈവശം അത്രത്തോളം കാശില്ല തന്റെ മകൾക്ക് പുതിയ ലഹങ്ക വാങ്ങിച്ചു കൊടുക്കാൻ. അമ്മേ, ഞാൻ ആനുവൽ ഡേക്ക് തീർച്ചയായും പോകണം അമ്മേ. പക്ഷെ അവിടെ ലഹങ്ക ഇല്ലാതെ അകത്തേക്ക് വിടില്ല. ഞാൻ എന്ത് ചെയ്യും? ഒരുപക്ഷെ ഞാൻ വേറൊരു ഡ്രസ് ഇട്ടുകൊണ്ട് പോയാൽ അവിടെ ഉള്ളവരൊക്കെ എന്നെ നോക്കി കളിയാക്കും. നിധി പറഞ്ഞത് കേട്ട് ആശ ആകെ മനസ്സ് തളർന്നു പോയി. പിന്നെ അവൾ ഒന്നും മിണ്ടാതെ വീട്ടിൽ നിന്നും പുറത്തുപോയി. ആശ നല്ല ടെൻഷനിലായിരുന്നു. അവൾ അത് ആലോചിച്ചുകൊണ്ട് കാട്ടിനകത്ത് ഒരുപാട് ദൂരെ എത്തി. അവളുടെ കണ്ണിൽ കണ്ണുനീർ ധാരധാരയായി ഒലിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവൾ അവിടെ ഒരു കുളം കണ്ടത്. അവിടെ ഒരു മുതല ഒരു അടി കൊണ്ട മാനിനെ നോക്കി പോയിക്കൊണ്ടിരുന്നു. തന്റെ ജീവനെ കുറിച്ച് പോലും ചിന്തിക്കാതെ അവൾ നേരെ നടന്ന് ആ മുതലയുടെ അടുത്തേക്ക് പോയി. എന്നിട്ടൊരു കമ്പെടുത്ത് അതിനെ തുരത്താൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം ആ മുതല തിരിച്ചു വെള്ളത്തിലേക്ക് പോയി. പെട്ടെന്ന് ആ മാൻ ആശയോട് പറഞ്ഞു, നീ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. നീ ശരിക്കും ഒരു നല്ല മനുഷ്യയാണ്. വളരെ നല്ല മനുഷ്യന്മാർ ഈ ലോകത്തിൽ വളരെ കുറവാണ്. മാൻ സംസാരിക്കുന്നത് കണ്ട് ആശ പേടിച്ചു പോയി. നീയൊരു മാനല്ലേ? നിന്നെ കൊണ്ട് എങ്ങനെ മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിയുന്നു? ഞാനൊരു മായമാനാണ്. നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാൻ പോവാണ്. ഞാൻ എന്റെ മായശക്തി കൊണ്ട് നിന്റെ ഈ കടന്നകാല ജീവിതത്തിനെ പറ്റി എനിക്ക് അറിയാൻ പറ്റി. എനിക്കറിയാം നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെന്ന്. നിനക്ക് തന്നെ എല്ലാം അറിയാന്ന് പറയുന്നു. ഇപ്പൊ പറയൂ, ഞാൻ എന്ത് ചെയ്യണം? നേരെന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സുകൊണ്ട് തളർന്നിരിക്കുകയാണിപ്പോൾ. നീ ശരിക്കും വളരെ ധൈര്യമുള്ള പെണ്ണാണ്. നീ ധൈര്യത്തിന് വിടാൻ പാടില്ല. അവിടെ നീ ഒരു മരം കാണുന്നില്ലേ? അതിന്റെ താഴെ ഒരു മായ പേപ്പറുണ്ട്. നീ നിന്റെ പെണ്ണിന് വേണ്ടി അതുകൊണ്ട് ഒരു മായ ലഹങ്ക ഉണ്ടാക്കൂ. നിന്റെ ജീവൻ തന്നെ മാറിപ്പോവും.
ഇങ്ങനെ പറഞ്ഞിട്ട് ആ മാൻ അവിടെ നിന്നും മാഞ്ഞുപോയി. ആശ നോക്കിയപ്പോൾ ഒരു മരത്തിനടിയിൽ വളരെ ഭംഗിയുള്ള നിറത്തിൽ പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷെ അത് യാതൊരു ആംഗിളിലും പേപ്പർ പോലെ അല്ലായിരുന്നു. ആശ ആ പേപ്പർ എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ രാത്രിക്കകം ആ മാന്ത്രിക പേപ്പർ ഉപയോഗിച്ച് അവൾ ഭംഗിയുള്ള ലെഹങ്ക തന്റെ മകൾക്കായി തച്ചു. അമ്മേ, നിങ്ങൾ വളരെ ഭംഗിയുള്ള ലെഹങ്ക തച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ തുണി എവിടെ നിന്നാ കിട്ടിയത്? കാണാൻ ഇത് നല്ല പേപ്പർ പോലെയുണ്ടല്ലോ. നിധി, ഇതൊരു പേപ്പറാണ് മോളെ. പിന്നെ നീ ഇതിനെ കുറിച്ച് ഇനി ഒന്നും ചോദിക്കരുത്. ചെല്ല്, നിന്റെ ആനുവൽ ഡേ ഫംഗ്ഷനുള്ള ഏർപ്പാടുകൾ ചെയ്യേ. ഈ വർഷം ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് തീർച്ചയായും നിനക്ക് തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ആശ ലെഹങ്ക ഇട്ടുകൊണ്ട് തന്റെ സ്കൂളിലേക്ക് പോയി. അവളുടെ ലെഹങ്ക കണ്ടിട്ട് കിരണും അവളുടെ ടീച്ചറും അവളെ കളിയാക്കുന്നത് പോലെ നോക്കിക്കൊണ്ടിരുന്നു. ഈ പിച്ചക്കാരിയുടെ ലെഹങ്ക ഒരു പേപ്പറിനെ പോലെ തോന്നുന്നു. നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ ഈ പേപ്പർ ലെഹങ്കയെ ഞാൻ വെള്ളത്തിൽ നനയ്ക്കാം. നീ എന്ത് ചെയ്താലും വളരെ ശ്രദ്ധിക്കണം കിരൺ. കാരണം നിധി ഈ സ്കൂളിലെ പ്രിൻസിപ്പലിന് വളരെ ഇഷ്ടപ്പെട്ടവളാണ്. ഒരുപക്ഷെ അവർക്കിത് മനസ്സിലായാൽ എന്നെ കൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാനാവില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മാം. കുറച്ചു സമയത്തിന് ശേഷം പ്രിൻസിപ്പൽ നിധിയുടെ പേര് സ്റ്റേജിൽ അനൗൺസ് ചെയ്തു. പക്ഷെ നിധിക്ക് അറിയില്ല കിരൺ ആ സ്റ്റേജിൽ ഒരു തിരയുടെ പിറകിൽ ഒളിച്ചിരിക്കുകയാണെന്ന്. നിധി ആ സ്റ്റേജിലേക്ക് വന്നതും തന്നെ കിരൺ ആ തിരയുടെ പുറകിലിരുന്ന് നിധിയുടെ ലെഹങ്കയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ആ ലെഹങ്കയിലേക്ക് വെള്ളം ഒഴിച്ചതും തന്നെ കുറച്ചു സമയത്തിനകം ആ ലെഹങ്ക കാണാൻ വൈര ലെഹങ്കയായി മാറി. സ്റ്റേജിലുണ്ടായിരുന്ന ജനങ്ങളൊക്കെ കണ്ണെടുക്കാതെ ആ വൈരം തിളങ്ങുന്ന ലെഹങ്കയെ നോക്കി നിൽക്കാൻ തുടങ്ങി. നിന്റെ ലെഹങ്ക കാണാൻ വളരെ നന്നായിട്ടുണ്ട്. നേര് പറയണമെങ്കിൽ ഇത്ര ഭംഗിയുള്ള ലെഹങ്കയെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ വർഷം ബെസ്റ്റ് സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ അവാർഡ് നിനക്ക് നൽകുകയാണ്. നിധി, നിന്റെ അവാർഡ് വാങ്ങിച്ചോളൂ. നിധിയും അവളുടെ ആ ലെഹങ്ക കണ്ടിട്ട് വളരെ ആശ്ചര്യപ്പെട്ടു. പക്ഷെ എല്ലാവരുടെ മുൻപിലും അവളെ കൊണ്ട് തന്റെ ഫീലിംഗ്സ് കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ഒരു ഭംഗിയുള്ള പെണ്ണ് നിധിയുടെ അടുത്ത് വന്നു നിന്നത്. ഹലോ, എന്റെ പേര് സൗമ്യ. ഞാൻ മുംബൈയിൽ വലിയ ഫാഷൻ ഡിസൈനർ ആയിരിക്കുകയാണ്. ബെസ്റ്റ് സ്റ്റുഡന്റ് ഇയർ അവാർഡ് നിനക്ക് കിട്ടിയതിന് ഞാൻ നിന്നെ ആശംസിക്കുന്നു. താങ്ക് യു മാം. ഈ ലെഹങ്ക വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ ലെഹങ്ക നീ എവിടെ നിന്നാണ് വാങ്ങിയത്? ഈ ലെഹങ്ക എന്റെ അമ്മയാണ് എനിക്ക് തച്ചു തന്നത്. എങ്കിൽ ഇത് തയ്ക്കാൻ ഒരുപാട് സമയമെടുത്തിരിക്കുമല്ലേ? ഇല്ല, ഒരൊറ്റ രാത്രി കൊണ്ട് അവരിതെനിക്ക് തച്ചു നൽകി. വാട്ട്? ഇംപോസിബിൾ. അതെങ്ങനെ സാധിക്കും? ഇക്കാര്യം നേരാണെങ്കിൽ നിങ്ങളുടെ അമ്മ യഥാർത്ഥത്തിൽ വളരെ ടാലന്റ് ആണ്. പിന്നെ അവർക്ക് തീർച്ചയായും നല്ലൊരു ഭാവിയുണ്ട്. നിന്നെ കൊണ്ട് നിന്റെ അമ്മയെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതൊക്കെ ചോദിക്കണോ നിങ്ങൾ? നിധി സൗമ്യയുടെ കാറിൽ കയറി തന്റെ വീട്ടിലേക്ക് വന്നു. ഹലോ, എന്റെ പേര് സൗമ്യ. ഈ ലെഹങ്ക നിങ്ങൾ തന്നെയാണോ തച്ചത്? ആശ ആ ലെഹങ്ക കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടുപോയി. പക്ഷെ അവർക്ക് സൗമ്യയുടെ മുൻപിൽ ഒന്നും കാണിക്കാനായില്ല. അതെ, ഈ ലെഹങ്ക ഞാനാണ് തെച്ചത്. നിങ്ങൾ ലെഹങ്കയ്ക്ക് യൂസ് ചെയ്ത തുണി നന്നായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ലെഹങ്ക ഉണ്ടാക്കാനുള്ള ഓർഡർ നിങ്ങൾക്ക് നൽകിയാൽ അത് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുമോ? പറയൂ. അതെ അതെ, ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് റെഡി ചെയ്തു തരാം. സൗമ്യ 50 ലക്ഷം രൂപയുടെ ചെക്ക് ആശയ്ക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇതാ പിടിക്കൂ 50 ലക്ഷം രൂപയുടെ ചെക്ക്. നിങ്ങൾ ഇതുപോലത്തെ ലെഹങ്ക എനിക്ക് തയ്യാർ ചെയ്തു തരണം. അടുത്ത നമ്മുടെ മീറ്റിംഗ് പെട്ടെന്നുണ്ടാകും. വേഗമാകട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് സൗമ്യ അവിടെ നിന്നും പോയി. ഇതൊക്കെ എങ്ങനെയാ മോളെ സംഭവിച്ചത്? ഞാൻ പേപ്പറിലല്ലേ ലെഹങ്ക തച്ചു തന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പെട്ടെന്ന് ആരോ എന്റെ മേലിൽ വെള്ളമെടുത്തൊഴിച്ചോ? ആ പേപ്പർ ലെഹങ്ക വൈര ലെഹങ്കയായി മാറി. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും? സൗമ്യയുടെ മുമ്പിൽ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ ആയിപ്പോയി. ഇത് 50 ലക്ഷം രൂപയുടെ ചെക്കാണ്. ഇത് ഞാൻ അവരുടെ കയ്യിൽ തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് പെട്ടെന്ന് ആശയുടെ വീടിന്റെ കതക് ആരോ തട്ടിയത്. ആശ നിധിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ഒരു ഭംഗിയുള്ള യുവാവ് ആശയുടെ മുൻപിൽ വന്നു നിന്നു. ആ യുവാവിനെ കണ്ടിട്ട് ആശ പറഞ്ഞു, നിങ്ങളാരാ? നിങ്ങൾക്ക് എന്നെ അടയാളം അറിയുന്നില്ലേ? അവസാനം ഞാൻ എന്നെ കണ്ടപ്പോൾ ഞാൻ ഒരു മാൻ രൂപത്തിലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരാണെന്ന്. ഞാൻ നിങ്ങളടുത്ത് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ ലെഹങ്കയിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പീസിൽ നിങ്ങൾ വെള്ളം ഒഴിക്കൂ. അത് കുറച്ച് ദിവസം തന്നെ ഒരു വലിയ പീസ് പേപ്പറായിട്ട് മാറും. പിന്നെ നിങ്ങൾ ആ പേപ്പറിൽ തന്നെ ഒരു ലെഹങ്ക ഉണ്ടാക്കൂ. നിങ്ങൾ അത് ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ മേലെ വീണ്ടും വെള്ളം ഒഴിക്കൂ. പിന്നെ ആ പേപ്പർ ലെഹങ്ക മുഴുവനായിട്ട് ഒരു വൈര ലെഹങ്കയായിട്ട് മാറാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. ആശ അദ്ദേഹം എന്തു പറഞ്ഞോ അതുപോലെ ചെയ്തു.
കുറച്ചു സമയത്തിനകം ആശ സൗമ്യ നൽകിയ ഓർഡർ എല്ലാം തന്നെ തെച്ചു. പിന്നെ ആശയുടെ പേര് ബെസ്റ്റ് ഫാഷൻ ഡിസൈനിന്റെ അവാർഡിൽ വന്നു. ഇന്ന് ആശയുടെ ഫാക്ടറിയിൽ ഒരുപാട് പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നു. പിന്നെ ആശ ഇന്നും ആ മാന്ത്രിക തുണി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു.